കർത്താവിന്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അധ്യായത്തിന്റെ 15 വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് 16 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തന്റെ ഈ ലേഖനം അവസാനിപ്പിക്കാനായിട്ട് ആരംഭിക്കുമ്പോൾ ചുരുക്കത്തിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 2 വാക്കിൽ കുറെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് നമുക്ക് ഈ ഭാഗത്ത് പ്രത്യേകിച്ച് 14 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 2 വാക്കിൽ വളരെ പ്രധാനപ്പെട്ട, അതായത് ചുരുക്കത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം, എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ അങ്ങനെ ഒരു ഉപസംഹാരത്തിന്റെ തലത്തിൽ പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ 16-ാമത്തെ വാക്യം മുതൽ നാം വായിക്കുമ്പോൾ എപ്പോഴും സന്തോഷിപ്പിൻ. ഇത് വളരെ ബൈബിളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയുന്നതായ ഒരു നിർദ്ദേശമാണ്, ഒരു ആഹ്വാനമാണ്. എപ്പോഴും സന്തോഷിപ്പിൻ എന്ന്. എപ്പോഴും സന്തോഷിക്കണം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഫിലിപ്പിലേഖനം പഠിപ്പിച്ചപ്പോഴും നാം വളരെ വിശദമായി അതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. എന്നാൽ പ്രായോഗികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കുക എന്ന് പറയുന്നത് അങ്ങനെ പലപ്പോഴും സാധ്യമാകാറില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സാധ്യമാകാത്തത് എന്ന് ചോദിച്ചാൽ, അത് നമ്മളുടെ തന്നെ ചില ദൈവവചനപ്രകാരം അല്ലാത്തതായിട്ടുള്ള കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും അവസ്ഥ കൊണ്ട് മാത്രമാണ്. കാരണം നാം നമ്മുടെ സന്തോഷം എവിടെയാണ് വെച്ചിരിക്കുന്നത്, നമ്മുടെ സന്തോഷത്തിന്റെ വിഷയം എന്താണ് എന്നുള്ളത് അടിസ്ഥാനപരമായി നാം ക്രമപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് തെറ്റിക്കിടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് സാധിക്കാതെ വരുന്നത് എന്നുള്ളത് നമ്മളുടെ ദുഃഖത്തിന്റെ കാരണങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ സന്തോഷത്തോടെ ഒരു ഉദാഹരണം പറഞ്ഞാല്, അപ്പസ്തോലന്മാരെ അവരെ അടിപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അടിയൊക്കെ മേടിച്ച് ജയിലിലും കിടന്ന് പിന്നെ അവരെ വിട്ടയച്ചപ്പോൾ അവര് ക്രിസ്തുയേശുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചും കൊണ്ട് പുറപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ. അപ്പോൾ അടി കിട്ടുമ്പോൾ ഈ അടിയെക്കുറിച്ച് അവർ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ അവര് യോഗ്യരായി എണ്ണപ്പെട്ടു. അപ്പോൾ അവരുടെ ദൈവസന്നിധിയിലുള്ള സ്വീകാര്യതയ്ക്കാണ് അവരവിടെ പ്രാധാന്യം കൊടുത്തത്. ആ സ്വീകാര്യതയുടെ തെളിവായിട്ടാണ് കഷ്ടം സഹിക്കുവാനായിട്ടുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ദൈവം കൊടുത്തത് എന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മെ കടത്തിവിടുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നാം ദൈവത്തിന്റെ പൈതങ്ങളായിരിക്കുകയും ദൈവേഷ്ടപ്രകാരം നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മെ കടത്തിവിടുന്നതായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അത് ദൈവം നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നാം ദുഃഖിക്കുന്നതായിട്ടുള്ള അനേക മേഖലകളിലും നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഈ ലോകത്തിലെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമ്പോഴാണ് നാം സന്തോഷവാന്മാരായിട്ട് തീരുന്നത്. എന്നാൽ ആ ഒരു സന്തോഷം ഒരിക്കലും അങ്ങനെ സ്ഥായിയായി നിൽക്കുന്നതല്ല എന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ പരിശോധിച്ചാൽ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിലെ ഭൗതിക സാഹചര്യങ്ങളിൽ വളരെ ഉന്നതിയിലുള്ളതായിട്ടുള്ള ആളുകൾ പൊതുവെ അവര് സന്തോഷവാന്മാര് അല്ല എന്ന് മാത്രമല്ല, അവർ വളരെ ഭാരവും ദുഃഖവും നിരാശയും പേറിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്.
എന്നാൽ അങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതായ ആളുകളൊക്കെ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സന്തോഷത്തിന് നാം അടിസ്ഥാനപ്പെടുത്തുന്നത് ഒരിക്കലും നമ്മുടെ ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ആയിരിക്കരുത്. മറിച്ച് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം നമുക്ക് ദൈവ മക്കളായി തീരുവാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം ലഭിച്ചത് നിത്യതയിൽ നാം ദൈവത്തോടു കൂടി ആയിരിക്കുന്നു, ദൈവത്തോടു കൂടി വസിക്കുമെന്നുള്ളതായ ആ ഒരു ഉറപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ സന്തോഷത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിന് ആധാരമായിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഒരു ദുഃഖത്തിനൊരു ആവശ്യം നമുക്കില്ല. എന്നാൽ നമ്മളെ സന്തോഷം അതിലൊന്നും അടിസ്ഥാനപ്പെട്ടതല്ല എങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ദുഃഖിക്കാൻ മാത്രമേ അവസരങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഫിലിപ്പിയർക്കൊക്കെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത് സന്തോഷിപ്പിൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നു. പൗലോസ് അപ്പോസ്തലൻ ബന്ധസ്ഥനാണ്, അല്ലെങ്കിൽ ജയിലിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. പക്ഷെ അതൊന്നും തന്നെ ക്രിസ്തീയ സന്തോഷത്തിന് തടസ്സമായിരുന്നില്ല. ക്രിസ്തീയ സന്തോഷം എന്ന് പറയുന്നത് ഭൗതിക സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സന്തോഷമല്ല, മറിച്ച് അത് കേവലം നമ്മുടെ ആത്മീയമായിട്ടുള്ള നിലപാടുകളും ആത്മീയമായിട്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നതായുള്ള അനുഗ്രഹത്തിന്റെയും മേൽ അടിസ്ഥാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ദുഃഖിക്കുവാനായിട്ട് ആവശ്യമില്ല. ജയിലിൽ കിടന്നാലും അടികൊണ്ടാലും ഇനി മരിക്കേണ്ടി വന്നാലും അതൊന്നും നമുക്ക് ദുഃഖമായി തീരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ എപ്പോഴും സന്തോഷിപ്പിൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ നമ്മുടെ ജഡിക മോഹങ്ങളൊക്കെ വിട്ട് നാം കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അങ്ങനെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മെ തന്നെ പൂർണ്ണമായിട്ടും ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ, നാം കർത്താവിന്റെ കരങ്ങളിലാണ്. കർത്താവ് നമ്മെ ഏത് സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ടാലും അവിടെയൊക്കെ നാം ഇരിക്കുന്നത് കർത്താവിന്റെ കരങ്ങളിലാണ് എന്നുള്ളതായ ആ ഉറപ്പാണ്. അപ്പോൾ കർത്താവ് അനുവദിക്കുന്നതിനപ്പുറം നമുക്കൊന്നും സംഭവിക്കില്ല. അനുവദിക്കുന്നതൊക്കെ നന്മയ്ക്കാണ്. അപ്പോൾ സന്തോഷിക്കുവാനായിട്ടല്ലാതെ ദുഃഖിക്കുവാനായിട്ട് നമുക്ക് യാതൊരു ന്യായവുമില്ല. പിന്നെ ഈ ലോകത്തിലെ ഭൗതിക സാഹചര്യങ്ങളൊന്നും നമുക്ക് ഇവിടെയുള്ള താൽക്കാലികമായിട്ടുള്ള സന്തോഷം പോലും നമുക്ക് തരികയില്ല. നമുക്കറിയാമല്ലോ, വലിയ ഉന്നതങ്ങളിലേക്ക് പോകുന്തോറും ആളുകളുടെ പ്രശ്നങ്ങളും അവരുടെ ബാധ്യതകളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. അവരെ കൂടുതൽ കൂടുതൽ അസംതൃപ്തരായിട്ട് അവരുടെ ജീവിതത്തിൽ മാറുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എപ്പോഴും സന്തോഷിക്കും. ഇപ്പോഴുള്ളവരെ നാം ഉന്നതങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് നോക്കിയാൽ, ഉയരത്തിലുള്ളത് ചിന്തിച്ചാൽ, നിത്യതയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് ദുഃഖിക്കുവാനായിട്ട് ഒരു ന്യായവുമില്ല. സന്തോഷിക്കുവാൻ മാത്രമേ ന്യായമുള്ളൂ. ഈ ലോകത്തിലുള്ള നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത് നമ്മെ ദുഃഖിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ നമ്മൾ വായിക്കുന്നത് 17-ാമത്തെ വാക്യത്തിൽ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ പ്രാർത്ഥനാ വരം എന്ന് പറഞ്ഞ് ഒരു വരം അങ്ങനെയൊന്നില്ല. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള വലിയൊരു സാധ്യതയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സമയമൊന്നും വേർതിരിച്ച് വെക്കണമെന്നില്ല. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. നാം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതൊരു പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് മാറുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് ഇടപെടുന്നതിന് നമുക്ക് സ്ഥലത്തിൻ്റെയോ ഒന്നും പരിമിതികൾ നമുക്കില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നാം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. പാപം ലോകത്തിൽ വരുന്നതിന് മുമ്പ് ആദമും ഹൗവയുമായിട്ട് ദൈവത്തിന് ഒരു കൂട്ടായ്മ ബന്ധമുണ്ടായിരുന്നു. പാപം അതിനൊരു തടസ്സമുണ്ടാക്കി. കർത്താവായ യേശുക്രിസ്തു ആ തടസ്സം നീക്കി, ആ പാപത്തിന് പരിഹാരം ഉണ്ടാക്കി ദൈവവുമായിട്ട് നിരപ്പിച്ചു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് പിതാവിന്റെ അടുക്കിലേക്ക് എപ്പോഴും പ്രവേശനമുണ്ട്. അങ്ങനെ എപ്പോഴും പ്രവേശനമുള്ള ആ പ്രവേശനത്തിന്റെ സാധ്യത നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നു എന്ന് പറയുന്നത് അത് നമ്മളുടെ ജീവിതത്തിലുള്ളതായ വലിയ ഒരു അപാകതയാണ്. നമുക്ക് എപ്പോഴും
സ്വാതന്ത്ര്യമുണ്ട് പിതാവിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ. നമുക്ക് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് നമുക്ക് ഒരു വലിയ ബന്ധമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ പിതാവിന്റെ അടുക്കിലേക്ക് എപ്പോഴും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പോകുവാനായിട്ടുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ തന്നിട്ട് നാം അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമല്ല, അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നാം ദൈവവുമായിട്ട് നിരന്തരമായ ഒരു കൂട്ടായ്മയും പ്രാർത്ഥനയും, അതിനുശേഷം അടുത്ത വാക്യം പറയുന്നത് എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുമെന്നാണ്. പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ നാം ചെയ്യുമ്പോൾ ആ ഒരു നമ്മുടെ സ്വഭാവത്തിന് തന്നെ ഒരു വലിയ മാറ്റവും രൂപാന്തരവും വരുന്നതാണ്. അത് മാത്രവുമല്ല, നാം ചെയ്യുന്നതൊക്കെ കർത്താവിന്റെ നാമത്തിലാണല്ലോ ചെയ്യേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ചെയ്യുമ്പോഴും അതൊക്കെ നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം വരുത്തുന്നു, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് രൂപാന്തരം വരുത്തുന്നു. അതുപോലെ തന്നെ അത് നമുക്ക് അനുഗ്രഹത്തിന്, ആത്മീയമായിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിനും അത് ഇടയാകുകയും ചെയ്യുന്നു. അപ്പോൾ ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നാം ചിന്തിച്ചാൽ നമുക്കറിയാം, തെസ്സലോനിക്കയിലെ വിശ്വാസികൾ സഭ വളരെ ഏറെ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു സഭയാണ്. ആ കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച ഒരു വലിയ ഭയം പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനെ അയച്ചു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള വളരെ കഠിനമേറിയ അവസ്ഥകളിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയ ഈ സഭയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ അവർ കടന്നു പോകുന്നതായ, അവർ ദൈവം അവരെ കടത്തി വിട്ടതായ എല്ലാ വളരെ കർശനമായ അല്ലെങ്കിൽ വളരെ ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങൾക്കും വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ എന്നാണ്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളും സന്തോഷമുള്ള കാര്യങ്ങളും ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് എളുപ്പമാണ്. എന്നാൽ നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ, കഠിന ശോധന, അങ്ങനെയുള്ള നമുക്ക് പ്രയാസം വരുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടി സ്തോത്രം ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എല്ലാം എനിക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. അത് ജീവിതത്തിലെ തിക്താനുഭവങ്ങളാണെങ്കിലും ജീവിതത്തിലെ കഠിനമായിട്ടുള്ള അവസ്ഥകളാണെങ്കിലും അത് എൻ്റെ നന്മയ്ക്കാണ് എന്ന് ആത്മാർത്ഥമായി ഒരു ദൈവവേദൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടിയിട്ട് സ്തോത്രം ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ വളരെ പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ഞാൻ അതിനെ അംഗീകരിക്കുകയും അതിന് ദൈവത്തിന് നന്ദി പറയുകയും ചെയ്ത് ഞാൻ ആ ഒരു വിഷയം ദൈവസന്നിധിയിൽ വിട്ടു. എന്നാൽ അതിനൊക്കെ ഒരു വലിയ പരിഹാരം, ഞാനത് എന്ന് ദൈവത്തെ ഏൽപ്പിച്ചുവോ, സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചുവോ, അതോടുകൂടി ആ പ്രശ്നത്തിന് ഒരു വലിയ പരിഹാരം, അത്ഭുതകരമായ ഒരു പരിഹാരം ഉണ്ടായി എന്നുള്ളതും എൻ്റെ ഒരു ജീവിതാനുഭവമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഠിച്ചതായിട്ടുള്ളൊരു കാര്യം, ദൈവത്തിൽ സമ്പൂർണമായിട്ടുള്ള ഒരാശ്രയവും ദൈവം നമ്മളെ കടത്തിവിടുന്നതായിട്ടുള്ള വഴികളിൽ ദൈവത്തോട് നാം വിധേയപ്പെടുകയും നന്ദി കാണിക്കുകയും ചെയ്തുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നത് വരെ ദൈവം നമ്മളെ അങ്ങനെ കഠിനമായ ശോധനയിലൂടെ കടത്തിവിടും. അത് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ വർദ്ധിപ്പിക്കുന്നതിനും നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനും ഒക്കെയാണ് എന്ന് ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നു. അങ്ങനെയുള്ള പാഠങ്ങളൊക്കെ ചിലത് ഞാൻ പഠിച്ചിട്ടുണ്ട്. വളരെ കഠിനമായിട്ടുള്ള അവസ്ഥകളിലൂടെ തന്നെ കർത്താവ് കടത്തിവിട്ട് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാൻ നമുക്ക് കഴിയണമെങ്കിൽ ദൈവം നമുക്ക് തിന്മയൊന്നും വരുത്തുകയില്ല, നന്മയെ വരുത്തുകയുള്ളൂ. ഈ തിന്മ വന്നാൽ പോലും അവിടെ ദൈവത്തിന്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടായിരിക്കും. സഹിക്കുവാനായിട്ടുള്ള കൃപ ദൈവം തരും. പൗലോസ് അപ്പോസ്തലൻ അതല്ലേ, ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്ന പറയുന്നത്. എന്റെ ബലഹീനതകളിൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു വരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ബലഹീനതകളിൽ പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ ബലഹീനതകൾക്ക് വേണ്ടി ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? ആ നന്ദി പറയുന്നത് കൊണ്ടാണ് അതിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയുന്നത്. നാം വളരെ
ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ കരുതലിന്റെ കരങ്ങൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. എല്ലാവിധത്തിലും നാം സമൃദ്ധിയായി സന്തോഷമായി ഇരിക്കുമ്പോഴല്ലോ നാം ദുഃഖത്തിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുമ്പോഴാണ് ദൈവിക കരുതലിന്റെ ആ മനോഹാരിത നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നത് വളരെ വലിയ നല്ലൊരു കാര്യമാണ്. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. അപ്പം അങ്ങനെയാണ് നാം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കാണേണ്ടത്, നമ്മുടെ ജീവിതത്തെ കാണേണ്ടത്. ഇന്നത്തെ ലോകത്തിലെ ഈ മെറ്റീരിയലിസ്റ്റിക്, അതായത് ഭൗതിക നിലയിലുള്ളതായ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നൊക്കെയും വളരെയേറെ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ ഉള്ള ആഹ്വാനമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. കാരണം നാം ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം നമ്മളുടെ ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെ ആ ചിന്ത അവിടെ നിന്നും മാറി ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശാശ്വതമായിട്ടുള്ള സന്തോഷം ഈ ലോകം നമുക്ക് തരികയില്ല എന്നറിയാമല്ലോ. താൽക്കാലികമായിട്ട് ചില സന്തോഷങ്ങൾ വരും, പക്ഷെ ഈ സന്തോഷത്തിന്റെ വിഷയം തന്നെ ദുഃഖത്തിന്റെ ഒരു വിഷയമായിട്ടും ആളുകൾക്ക് മാറുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമുക്കറിയാം, ഇപ്പം ഒരു ദമ്പതികൾ, അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിന് ദുഃഖം അവർക്കുണ്ട്. അവർക്കൊരു കുഞ്ഞുണ്ടായി, അപ്പോൾ അവർക്കത് സന്തോഷമായി. എന്നാൽ ആ കുഞ്ഞ് ഒരു ദൈവ വഴിയിലല്ല, വളരെ മോശമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് കടന്നു പോയാൽ അവർക്കത് ദുഃഖമായി. അപ്പോൾ കുഞ്ഞുണ്ടായപ്പോൾ ഉണ്ടായ സന്തോഷം കുഞ്ഞിന്റെ ജീവിതം കണ്ട് സന്തോഷിക്കാൻ അവർക്ക് ഇടവരുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ ഏത് സാഹചര്യങ്ങളിലും നമ്മെ ഒരേ കാര്യം തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്നത് പിന്നീട് നമുക്ക് ദുഃഖമായിട്ട് മാറാനായിട്ടും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാശ്വതമായിട്ടുള്ള സന്തോഷങ്ങളൊന്നും നമുക്ക് ഈ ലോകത്തിലില്ല. നമുക്ക് നല്ല ഭക്ഷണമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്നാൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അത് ദുഃഖമാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ട്, പക്ഷെ കഴിക്കാൻ പറ്റില്ല എന്ന് വന്നാൽ, എന്തെങ്കിലും രോഗാവസ്ഥ കൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖമാണ്. അപ്പോൾ ഉണ്ടായിട്ട് എന്താ, സന്തോഷിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലൊന്നും ശാശ്വതമായിട്ടുള്ള സന്തോഷത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളല്ല. ദൈവവും ദൈവസഭയും ദൈവവചനവും ഒക്കെയാണ് നമ്മളുടെ സന്തോഷത്തിന് ആധാരമായിരിക്കേണ്ടത്. ശരി, 19ാമത്തെ വാക്യത്തിൽ ആത്മാവിനെ കെടുക്കരുത്, ക്വെൻച്ച് നോട്ട് ദ സ്പിരിറ്റ്. ആത്മാവിനെ കെടുക്കരുത്. ആത്മാവിനെ കെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തായാലും പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിട്ടുണ്ട് എന്നുള്ളത് അറിയാമല്ലോ. ദൈവമക്കളായിരിക്കുന്ന പരിശുദ്ധാത്മാവില്ലാത്ത ആരും, അവന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല, ദൈവാത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ നാം ദൈവത്തിനുള്ളവനാണ് എങ്കിൽ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിൽ ആത്മാവിനെ കെടുക്കരുത് എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെയും പരിശുദ്ധാത്മാവിന്റെ ആലോചനയെയും നാം നിരസിക്കരുത് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. കെടുക്കുക, ഒരു വിളക്ക് കെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ആ വിളക്ക് ഒരു വിളക്കാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല. വിളക്കിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ആ വിളക്ക് കത്തി നിൽക്കുമ്പോഴാണ്, അപ്പോഴാണ് അതിന് വെളിച്ചം കിട്ടുന്നത്. അത് കെട്ടുപോയി കഴിഞ്ഞാൽ വെറും അതൊരു കാഴ്ച വസ്തു മാത്രമാണ്. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നൽകിയിരിക്കുന്നത് ആ ആത്മാവിനെ അനുസരിച്ച് നാം ജീവിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും നമ്മളെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ കെടുത്തുക എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിൽ ആശ്രയിക്കുക, നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ദൈവിക ആലോചനയ്ക്ക് ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, അത് തുടർമാനമായിട്ട് നാം ചെയ്താൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നാം അനുവദിക്കുന്നില്ല എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളഞ്ഞു എന്ന് പറയുവാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് നാം ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുത്തരുത്,
ആത്മാവിനെ നിന്ദിക്കരുത്. ഈ 3 വാക്യങ്ങളും നമുക്ക് പുതിയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് എഫെസ്യ ലേഖനത്തിലും ആത്മാവിനെ നിന്ദിക്കരുത് എന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലുമാണ് നാം അത് വായിക്കുന്നത്. അപ്പോൾ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മുടെ പുത്രത്വത്തിന്റെ തെളിവാണ്. നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നതിന് സഹായകരമാണ്. ദൈവവചനത്തിന്റെ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മളുടെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും അതുപോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ നമ്മുടെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അപ്പോൾ ആ ആത്മാവിനെ കെടുക്കാതിരിക്കുക, ആത്മാവിന്റെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ അടുത്ത വാക്യം, 20-ാമത്തെ വാക്യം, പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനം തുച്ഛീകരിക്കരുത്. ഇവിടെ അതിന്റെ മൂലഭാഷയിലെടുത്ത് നോക്കിയാൽ പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്നാണ്, പ്രവചിക്കുന്നതിനെ തുച്ഛീകരിക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ അതിന് വരേണ്ടതായിട്ടുള്ള തർജ്ജമ. എന്നാൽ പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് പറയുന്നതും അത് ശരിയായിട്ടുള്ളൊരു തർജ്ജമയാണ്. പക്ഷെ ആ ഭാഷാ പ്രയോഗത്തില് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു അവ്യക്തത ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. ഇവിടെ എന്താണ് പ്രവചനം തുച്ഛീകരിക്കരുത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പൗലോസ് അപ്പോസ്തലൻ പ്രവചനം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു നിർവചനം പോലെ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രവചിക്കുന്നവനോ ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്തെങ്കിലും ഭാവി കാര്യങ്ങൾ നമ്മളോട് പറയുക എന്നുള്ള ഒരു രീതിയിലാണ്. എന്നാൽ അതും ഒരു പ്രവചനമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് പുതിയ നിയമസഭകളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പ്രവചനം ആ ഒരു പ്രവചനം അല്ല. പ്രവചിക്കുന്നവൻ ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. ഇവിടെ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ദൈവവചന സന്ദേശങ്ങൾ, ഈ ആശ്വാസം, പ്രബോധനം, ഇതൊക്കെ ദൈവവചന സന്ദേശങ്ങളിൽ നമുക്ക് കേൾക്കുന്നതായിട്ടുള്ള, നൽകുന്നതായിട്ടുള്ള, ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ദൈവവചന സന്ദേശങ്ങളെ നിങ്ങൾ തുച്ഛീകരിക്കരുത്, വില കുറഞ്ഞ് കാണരുത് എന്നാണ് യഥാർത്ഥത്തിൽ അത് അർത്ഥമാക്കിയിരിക്കുന്നത്. പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്ന് പറയുന്നതുകൊണ്ട് എങ്ങനെയാണ് ദൈവവചന സന്ദേശങ്ങളെ നമുക്ക് തുച്ഛീകരിക്കുവാനായിട്ട് കഴിയുക? അത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു മനോഭാവത്തോടു കൂടി അതിനെ സമീപിക്കുക എന്ന് മാത്രവുമല്ല, അത് കേട്ടതിന് ശേഷം അത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു, നമ്മുടെ നാടൻ ഭാഷയിൽ പറയുമല്ലോ, ഒരു ചെവിയിൽ കൂടെ കയറി മറ്റേ ചെവിയിൽ കൂടെ പോയി എന്ന് പറയുന്ന നിലയിൽ അതാകാതിരിക്കുക. ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ തന്നെ സാക്ഷാൽ ഞങ്ങളുടെ വാക്കുകൾ സാക്ഷാൽ, ഞങ്ങളുടെ വചനം സാക്ഷാൽ ദൈവവചനമായി തന്നെ നിങ്ങൾ സ്വീകരിച്ചു എന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ നാം ദൈവവചനം നമുക്ക് നൽകുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ശുശ്രൂഷയെ ഏറ്റവും ഗൗരവമായിട്ട് എടുക്കണം, ഗൗരവം കുറഞ്ഞ് കാണരുത്. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാൽ കുടിപ്പാൻ നിങ്ങൾ വാഞ്ചിപ്പിൻ, വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പൊ ഒരു വാഞ്ചയോടെ, ഒരു ദാഹത്തോടു കൂടി നാം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുന്നില്ല എങ്കിൽ അത് ഈ പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകളോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചാൽ, മൊബൈലൊക്കെ ഓണാക്കി അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ ചെയ്താൽ ആ ചെയ്യുന്നത് ഈ പ്രവചനത്തെ തുച്ഛീകരിക്കരുത് എന്ന് പറയുന്നതിന് ഗണത്തിൽപ്പെടും എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും വിശ്വസിക്കുന്നു. ദൈവവചന സന്ദേശങ്ങളെ ഗൗരവമായിട്ട് എടുക്കാതെ ഇതൊക്കെ എത്രയോ കേൾക്കുന്നു എന്നുള്ള നിലയിലും കേട്ട് മനസ്സ് തഴമ്പിച്ച് ഹൃദയം കഠിനപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ആണ് പ്രധാനമായും ഈ പ്രവചനത്തെ തുച്ഛീകരിക്കുക അല്ലെങ്കിൽ ദൈവവചന സന്ദേശങ്ങളെ വില കുറഞ്ഞതായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത്. നമ്മളെപ്പോഴും ദൈവവചനത്തോട്, സന്ദേശങ്ങളോട് സമീപിക്കേണ്ടത് ഒരു വലിയ ആർത്തിയോടു കൂടിയാണ്, ആഗ്രഹത്തോടു കൂടിയാണ്. അതല്ലാതെ ഉള്ള സമീപനം എന്ന് പറയുന്നത് പ്രവചനത്തെ തുച്ഛീകരിക്കുന്നതിന് തുല്യമായിട്ടിരിക്കുന്നു. ശരി, അടുത്ത വാക്യം, സകലവും
ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. അപ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ശോധന ചെയ്യണം, പരിശോധിക്കണം. എന്താ പരിശോധിക്കുന്നത്? ഇവിടെയൊക്കെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? കർത്താവാണ് എന്റെ സ്ഥാനത്തെങ്കിൽ, കർത്താവാണല്ലോ നമ്മിൽ വസിക്കുന്നത്, എന്ത് ചെയ്യുമായിരുന്നു? അതാണ് നമുക്ക് ചെയ്യാൻ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യം. കാരണം നാം ക്രിസ്തുവിനോട് ചേർന്നവരാണ്, ക്രിസ്തുവിൽ വസിക്കുന്നവരാണ്, ക്രിസ്തു നമ്മിലും വസിക്കുന്നു. അപ്പോൾ സകലവും ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ ക്രിസ്തു ആണെങ്കിൽ എന്താണ് ചെയ്യുക അത് ചെയ്യുക എന്നുള്ളതാണ്. അത് ശോധന ചെയ്യണം, അതിനെ പരിശോധിക്കണം. അല്ലാതെ നമുക്ക് നമ്മളുടെ എന്തെങ്കിലും കുറച്ച് കാലമായിട്ട് നമ്മളുടെ അറിവിലുണ്ടായിരുന്ന കാര്യങ്ങളോ, നമ്മുടെ താല്പര്യത്തിലുണ്ടായിരുന്ന കാര്യങ്ങളോ, നമ്മളുടെ മോഹങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നുമല്ല. മറിച്ച് കർത്താവാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് എന്ത് ചെയ്യുമായിരുന്നു അത് മാത്രമേ ചെയ്യുവാൻ നമുക്ക് അനുവാദമുള്ളൂ. അപ്പോൾ സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലാണ്. ശോധന ചെയ്യുമ്പോൾ മാത്രമാണ് നല്ലത് ഏതാണ്, ദോഷം ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നല്ലതിനെ നാം മുറുകെ പിടിക്കുകയും ദോഷമായതിനെ നാം വിട്ടുകളയുകയും ചെയ്യണം. എന്നാൽ ഈ ശോധന ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ, അത് ഈ ശോധന ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുവാനായിട്ടുള്ള പരിജ്ഞാനം നമ്മളിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ആ പരിജ്ഞാനം നമ്മളിൽ ഇല്ല എങ്കിൽ നമുക്ക് ഇതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതല്ല. സകല മനുഷ്യരും രക്ഷിക്കപ്പെടുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും അവൻ ഇച്ഛിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം അതാണ്. അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള പക്വതയിലേക്ക് നാം വരുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവിലേക്ക് നാം വരുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നാം രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പോലെ ആകുമ്പോൾ, അതല്ലേ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ അങ്ങനെ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനെ പോലെ നാം ആകും തോറും ക്രിസ്തു എങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കാത്ത ബലഹീനമായിട്ടുള്ള വിശ്വാസികൾ, അല്ലെങ്കിൽ പ്രായത്തിൽ ആത്മീയമായിട്ടുള്ള പക്വതയിൽ കുറവുള്ള വിശ്വാസികൾക്ക് സഹവിശ്വാസികളുടെ സഹായം അതിന് ലഭിക്കാവുന്നതാണ്, അതിനെടുക്കാവുന്നതാണ്. ഇവിടെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചപ്പോൾ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ. അതായത് സഭയ്ക്കുള്ള ഒരു നിർദ്ദേശമാണ് ക്രമം കെട്ടവരെ. അത് സഭയിലെ പാസ്റ്ററിനുള്ളതല്ല, അല്ലെങ്കിൽ മൂപ്പനുള്ളതല്ല, സഭയ്ക്കുള്ള നിർദ്ദേശമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെല്ലാം. അപ്പോൾ നാം മറ്റുള്ളവർക്ക്, അങ്ങനെ പക്വതയില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക്, ആ വിവേകത്തിലെത്താത്ത, പരിജ്ഞാനത്തിലെത്താത്ത ആളുകൾക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം അങ്ങനെ പക്വതയുള്ള ആളുകളുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആരും ആരുടെയും ഉപദേശത്തിന് ചെവി കൊടുക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ്. അതൊരു വലിയ അപകടകരമായ അവസ്ഥയാണ്. നിങ്ങളുടെ ആരുടെയും ഉപദേശം എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ദൈവിക വഴിയിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന് ചിന്തിക്കുക വളരെ പ്രയാസമാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെയും ഉപദേശങ്ങളും ശാസനകളും അഭിപ്രായങ്ങളും ഒക്കെ നാം കേൾക്കേണ്ടതും, അങ്ങനെ അതിനെയൊക്കെ ശോധന ചെയ്ത് നല്ലതിനെ മുറുകെ പിടിക്കുകയും ദോഷമായതിനെ വിട്ടുകളയുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ഇന്ന് കണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. നമ്മുടെ സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ ഭൗതിക ജീവിതത്തിലെ എന്തെങ്കിലും കാര്യങ്ങളാണോ, അതെയോ ആത്മീയമായിട്ടുള്ള നിത്യമായിട്ടുള്ള കാര്യങ്ങളാണോ? നിത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ നമുക്ക് ദുഃഖിക്കുവാൻ ഈ ലോകത്തിൽ ഒന്നും ഇല്ല എന്നുള്ളത് തന്നെ. ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുവിൻ. നാം ദൈവവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുമ്പോൾ മാത്രം നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഇതാണ് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം എന്ന് നമ്മൾ കണ്ടല്ലോ. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുകയും സകലവിധ ദോഷത്തെയും വിട്ടുകളയുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ ഈ മേഖലകളിലൊക്കെയും സഹായിക്കട്ടെ. അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.